ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ആരി ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ച് കാണാം. ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. അതിനായിട്ട് 2 ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ചരിച്ച് മുകളിലോട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇതുപോലെ തന്നെ ഒരു ചരിച്ചിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച്. ഇങ്ങനെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ സ്റ്റിച്ച് അങ്ങനെ കറക്റ്റ് പെർഫെക്ഷനോടുകൂടെ കിട്ടുന്നു. ആ ട്രയാങ്കിൾ ഷേപ്പിൽ ആ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കിട്ടുന്നു, കണ്ടോ? വീണ്ടും മുകളിലേക്ക് ചരിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലോക്ക് സ്റ്റിച്ച്, എന്നിട്ട് ബാക്കിലോട്ട് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, എന്നിട്ട് ലോക്ക് സ്റ്റിച്ച്. ഈ ഷോർട്ട് ചെയിൻ സ്റ്റിച്ചിനെക്കാളും ചെറുതായിട്ട് വേണം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നല്ല ചെറുതായിട്ടിരിക്കണം. ഷോർട്ട് ചെയിൻ നമ്മുടെ ലോങ്ങിനെക്കാളും ചെറുതായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, സോറി. എനിക്ക് സമയം കിട്ടിയില്ല, അതാണ് കുറച്ചൊന്ന് ലേറ്റായി പോയത്. അപ്പോൾ ഇനി ഞാൻ കറക്റ്റായിട്ടൊന്ന് ഇടാൻ ശ്രമിക്കാം. ഓക്കെ. ഞാനിതിന് മുൻപ് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ ഞാനിട്ട വീഡിയോസ് ഓരോന്നായിട്ടെടുത്ത് കണ്ടാൽ മതി. അതുപോലെ ഓൺലൈനിൽ കോച്ചിങ് വേണം എന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഒന്ന് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഹാങ്ങിങ്സ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്തോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തോ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതോടുകൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.